എല്ലാവർക്കും ആയുർവിസ്റ്റം ടിവിയിലേക്ക് സ്വാഗതം. എന്റെ പേര് മെർലിൻ ജോസഫ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തേനിന്റെ ഔഷധഗുണങ്ങളെക്കുറിച്ചാണ്. ചരിത്രാതീത കാലം മുതൽ ഏകദേശം 5500 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരാശി തേൻ ഉപയോഗിച്ചിരുന്നു. അവ ഭക്ഷണത്തിന്റെ ഒരു ഭാഗം മാത്രമല്ല, പരമ്പരാഗത വൈദ്യചികിത്സയുടെ ഒരു പ്രധാന ഭാഗമാണ് തേൻ. ഒരു ഷഡ്പദത്തിൽ നിന്നും ലഭിക്കുന്ന ഒരേയൊരു പ്രകൃതമായ ഉൽപ്പന്നമാണ് തേൻ. ഇത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മരുന്ന്, പോഷകാഹാരം തുടങ്ങിയ വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നു. ഒരിക്കലും കേടാകാത്ത, അതായത് റെഫ്രിജറേഷൻ ആവശ്യമില്ലാത്ത പ്രകൃതിയുടെ വരദാനമാണ് തേൻ. ഇനി തേൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. പുഷ്പങ്ങളിൽ നിന്നോ പുഷ്പേതര ഗ്രന്ഥികളിൽ നിന്നോ തേനീച്ചകൾ പൂന്തേൻ ശേഖരിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന കൊഴുത്ത ദ്രാവകമാണ് തേൻ. പുഷ്പങ്ങളിൽ നിന്നും ശേഖരിച്ച തേൻ ഈച്ചയുടെ ഉമിനീരുമായി യോജിപ്പിച്ച് വയറിനുള്ളിലാക്കി കൂട്ടിലേക്ക് കൊണ്ടുവരുന്നു. വയറിൽ വച്ച് തേൻ ലെവ്ലോസ്, ഫ്രക്ടോസ് എന്നീ 2 തരം പഞ്ചസാരകളായി രൂപാന്തരം പ്രാപിക്കുന്നു. ഉള്ളിൽ സംഭരിച്ചിട്ടുള്ള തേനും വഹിച്ചുകൊണ്ട് ദീർഘദൂരം സഞ്ചരിക്കുന്ന ഈച്ച കൂട്ടിൽ വന്നാൽ ജോലിക്കാരായ ഈച്ചകൾക്ക് ഇത് കൈമാറുന്നു. തൊഴിലാളി തേനീച്ചകളാണ് അമൃത് കോശങ്ങളിലേക്ക് ഒഴിക്കുന്നത്. തേനീച്ചകൾ പിന്നീട് അവരുടെ ചിറകുകൾ ഉപയോഗിച്ച് ദ്രാവക അമൃതിനെ ഉണക്കി വെള്ളം ബാഷ്പീകരിക്കപ്പെടുകയും തേൻ എന്നറിയപ്പെടുന്ന പദാർത്ഥം രൂപപ്പെടുകയും ചെയ്യുന്നു. ഏകദേശം 1/2 കിലോ തേൻ ഉത്പാദിപ്പിക്കാൻ ആവശ്യമായ അമൃത് ശേഖരിക്കാൻ 60,000 തേനീച്ചകൾ ആവശ്യമാണ്. ഈച്ചകൾ മൊത്തത്തിൽ 50,000 മൈൽ വരെ പറക്കുകയും 2 ദശലക്ഷത്തിലധികം പൂക്കളിൽ നിന്ന് അമൃത് ശേഖരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ കാണുന്ന ചെറുതേനിനാണ് ഏറ്റവും കൂടുതൽ ഔഷധഗുണമുള്ളത്. ഇനി തേനിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. നിരവധി ഔഷധഗുണങ്ങളുള്ള പ്രകൃതിയുടെ വരദാനമാണ് തേൻ. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഔഷധഗുണങ്ങൾ മാത്രമേ ഇവിടെ പ്രതിപാദിക്കുന്നുള്ളൂ. ശരീരഭാരം കുറയ്ക്കാൻ തേൻ വളരെ നല്ലതാണ്. പ്രശസ്ത എഴുത്തുകാരനും പോഷകാഹാര വിദഗ്ധനുമായ മൈക്ക് മക്കിന്നസിന്റെ അഭിപ്രായത്തിൽ, നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും തേൻ ശരീരത്തിലെ കൊഴുപ്പ് കത്തിക്കുന്നു. ശരീരഭാരം കുറയ്ക്കാൻ ഏറ്റവും മികച്ച ഭക്ഷണങ്ങളിൽ ഒന്നാണിത്. അതിരാവിലെ വെറും വയറ്റിൽ ഇളം ചൂടുവെള്ളത്തിൽ 1 സ്പൂൺ തേൻ ചേർത്ത് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഇത് വേഗത്തിൽ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും തേൻ നല്ലതാണ്. തേൻ രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നു. തേൻ ആന്റിഓക്സിഡന്റുകളുടെ കലവറയാണ്. അതുകൊണ്ടുതന്നെ വൈറസ്, ബാക്ടീരിയ, ഫംഗസ് എന്നിവ മൂലമുണ്ടാകുന്ന അണുബാധകൾക്കെതിരെ പോരാടാൻ ഇത് സഹായിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ പ്രഭാത ഭക്ഷണത്തിനു മുമ്പോ വ്യായാമത്തിനു മുമ്പോ തേൻ കഴിക്കുന്നത് എല്ലായ്പ്പോഴും ഉചിതമാണ്. കുട്ടികളിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു ക്ലെൻസിംഗ് ടോണറായും ഇത് പ്രവർത്തിക്കുന്നു. തേൻ ചർമ്മത്തെ സംരക്ഷിക്കുകയും കാന്തി നൽകുകയും ചെയ്യുന്നു. തേൻ മികച്ച പ്രകൃതിദത്ത മോയ്സ്ചറൈസറാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ വരണ്ട ചർമ്മത്തിന് ഇത് പ്രയോഗിക്കാൻ വളരെ എളുപ്പമാണ്. അസംസ്കൃത തേൻ സുഷിരങ്ങൾ അടയ്ക്കുക മാത്രമല്ല, വരണ്ട ചർമ്മത്തെ ഈർപ്പമുള്ളതാക്കുകയും ചെയ്യുന്നു. മഞ്ഞുകാലത്ത് വിണ്ടുകീറിയ ചുണ്ടുകൾ സുഖപ്പെടുത്താനും ഇത് സഹായിക്കുന്നു. തേൻ ഒരു ആന്റിസെപ്റ്റിക് ആയതിനാൽ മുറിവുകൾ, ചതവുകൾ, പൊള്ളലുകൾ, മറ്റ് അണുബാധകൾ എന്നിവയുടെ ചികിത്സയ്ക്ക് ഇത് വളരെ ഫലപ്രദമാണ്. തേൻ നിങ്ങളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു. തേൻ മസ്തിഷ്ക ശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കുക മാത്രമല്ല, നിങ്ങളെ മൊത്തത്തിൽ ആരോഗ്യമുള്ള വ്യക്തിയാക്കുകയും ചെയ്യുന്നു. തേൻ കഴിക്കുന്നത് ഉപാപചയ സമ്മർദ്ദം തടയുകയും തലച്ചോറിനെ ശാന്തമാക്കാനും സഹായിക്കുന്നു. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ചുമയ്ക്കുള്ള പ്രകൃതിദത്ത പരിഹാരമാണ് തേൻ. പ്രത്യേകിച്ച് കുട്ടികൾക്ക് രാത്രിയിലെ ചുമ ഒഴിവാക്കാനും ശരിയായ ഉറക്കം അനുവദിക്കാനും ഇത് സഹായിക്കുന്നു. 1 ടേബിൾ സ്പൂൺ തേൻ കുടിക്കുന്നത് തൊണ്ടയിലെ പ്രകോപനം കുറയ്ക്കുമെന്നും ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. തേൻ മുറിവുകൾ ഉണക്കാൻ ഉപയോഗിക്കുന്നു. തേനിന് ആന്റി ബാക്ടീരിയൽ, ആന്റിഫംഗൽ, ആന്റിഓക്സിഡന്റ് ഗുണങ്ങളുണ്ട്. അതിനാലാണ് മുറിവുകൾ ഉണക്കാൻ തേൻ ഉപയോഗിക്കുന്നത്. തേൻ സ്വാഭാവിക ഉറക്ക സഹായിയായി പ്രവർത്തിക്കുന്നു. ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പ് ചൂടുള്ള പാലും തേനും ചേർന്ന ഈ പാനീയം കുടിക്കാൻ ശ്രമിക്കണം. നൂറ്റാണ്ടുകളായി ആളുകൾ ഉറങ്ങാൻ സഹായിക്കുന്നതിന് ഈ പാനീയം ഉപയോഗിക്കുന്നു. ഈ പാനീയം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ചെയ്യേണ്ടത്, ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപേ ഇളം ചൂടുപാലിൽ 1 ടീസ്പൂൺ തേൻ ചേർത്ത് കഴിക്കുക. തേൻ സൈനസ് പ്രശ്നങ്ങൾ ലഘൂകരിക്കുന്നു.
മലിനീകരണവും പൊടിപടലവും വർദ്ധിച്ചതോടെ ഇക്കാലത്ത് സൈനസ് സംബന്ധമായ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരാണ് പലരും. അലർജികളിൽ നിന്നും അണുബാധകളിൽ നിന്നും ശ്വസന വ്യവസ്ഥയെ സംരക്ഷിക്കാൻ മ്യൂക്കസ് ഉത്പാദിപ്പിക്കുന്ന തലയോട്ടിയിലെ ചെറിയ അറകളാണ് സൈനസുകൾ. നമ്മൾ അണുബാധകൾ അനുഭവിക്കുമ്പോൾ വൈറസുകൾ സൈനസിനെ തടയുകയും വായു, മ്യൂക്കസ് എന്നിവയെ കുടുക്കി ഞെരുക്കുകയും ചെയ്യുന്നു. മറുവശത്ത് തേൻ ഒരു സ്വാഭാവിക ആന്റി ബാക്ടീരിയവും ആന്റിസെപ്റ്റിക് ആണ്. ഇത് അണുബാധകൾ ഇല്ലാതാക്കാനും വീക്കം കുറയ്ക്കാനും സഹായിക്കുന്നു. തേൻ തൊണ്ടയെ ശമിപ്പിക്കുകയും ചുമ കുറയ്ക്കുകയും രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുകയും അതുവഴി സൈനസ് ആക്രമണങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു. തേൻ മോണ രോഗങ്ങളിൽ നിന്നും മുക്തി നൽകുന്നു. മോണവീക്കം, രക്തസ്രാവം, ശിലാഫലകം തുടങ്ങിയ പല്ലുകൾ, മോണരോഗങ്ങൾ എന്നിവ തേനിന്റെ സ്ഥിരമായ ഉപയോഗത്തിലൂടെ ഒരു പരിധിവരെ ചികിത്സിക്കാം. തേൻ ആന്റിസെപ്റ്റിക് ഹൈഡ്രജൻ പെറോക്സൈഡ് പുറത്തുവിടുന്നു. ഇത് ബാക്ടീരിയകളുടെ വളർച്ചയെ തടയുന്ന ആന്റിമൈക്രോബിയൽ ഏജന്റായി പ്രവർത്തിക്കുന്നു. വിദഗ്ധർ തേൻ വെള്ളത്തിൽ കലർത്തി മൗത്ത് വാഷായി ഉപയോഗിക്കാൻ ഉപദേശിക്കുന്നു. ആണുബാധിത മോണകളിൽ തേൻ നേരിട്ട് പുരട്ടുന്നത് വേദന, വീക്കം, മറ്റ് ആനുകാലിക രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തൽക്ഷണ ആശ്വാസം നൽകുന്നു. തേൻ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുന്നതിനും ആരോഗ്യമുള്ള കോശങ്ങളുടെ മരണം തടയുന്നതിനും തേൻ സഹായിക്കുന്നു. അസംസ്കൃത തേനിന്റെ ഒരു ഘടകമാണ് പ്രോപോളിസ്. ഇത് തേനീച്ച ഉൽപ്പാദിപ്പിക്കുന്ന റെസിൻ രൂപമാണ്. ഇത് കൊളസ്ട്രോളിന്റെയും ട്രൈഗ്ലിസറൈഡിന്റെയും അളവ് കുറയ്ക്കുന്നു. തേനിലെ ആന്റിഓക്സിഡന്റുകൾ കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കും. തേൻ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സിന് നല്ലതാണ്. നൂതന ന്യൂറോപ്രൊട്ടക്റ്റീവ് തെറാപ്പിറ്റിക്സ് എന്ന നിലയിൽ ശാസ്ത്രീയ സാഹിത്യത്തിൽ വിപുലമായി പഠിച്ചിട്ടുള്ള ഒരു വാഗ്ദാനമായ ന്യൂട്രാസ്യൂട്ടിക്കൽ ആന്റിഓക്സിഡന്റാണ് തേൻ. ഇനി തേൻ ഉപയോഗിക്കാൻ പാടില്ലാത്തവർ ആരൊക്കെയാണെന്ന് നോക്കാം. ഷുഗർ രോഗികൾ തേൻ ഉപയോഗിക്കരുത്. താഴ്ന്ന രക്തസമ്മർദ്ദമുള്ളവർ തേൻ ഉപയോഗിക്കരുത്. 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് തേൻ കൊടുക്കരുത്. സെൻസിറ്റീവ് ടീത്ത് ഇഷ്യൂസ് ഉള്ളവർ തേൻ കഴിക്കരുത്. തേനിനെക്കുറിച്ചുള്ള പംക്തി ഇവിടെ അവസാനിക്കുന്നില്ല. തേൻ മറ്റ് ഔഷധങ്ങളുടെ കൂടെ അത്ഭുതകരമായി പ്രവർത്തിക്കുന്ന മറ്റൊരു വീഡിയോവുമായി ഞങ്ങൾ ഉടൻ എത്തുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.